ആസ്താം താവദിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സാംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാഃ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാൻ മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാൻ രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശരദിന്ദുസുന്ദരരുചിശ്ചേതസി സാ മേ ഗിരാൻ ദേവി അപഹൃത്യ തമഃ സന്തതമർത്ഥാനഖിലാൻ പ്രകാശയതു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കാന്താപാങ്കാവലോകാൽ കഴലിണപണിയും ജന്തുവൃന്ദത്തിനുണ്ടാമെന്താപത്തും തടുത്തിട്ടനുപമഭവികം നൽകുമെഞ്ചിത് സ്വരൂപ. സന്താപം തീർന്നു മേന്മേൽ കുശലമണയുവാൻ സിന്ധുജാകാന്തനാം എൻ കാന്തള്ളൂരാധിനാഥ
തവ പദകമലം സന്തതം കുമ്പിടുന്നേൻ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. എല്ലാ സജ്ജനങ്ങൾക്കും സവിനയം നമസ്കാരം. ഇന്ന് നാം ഏവരും ദേവിയെ ഉപാസിക്കാൻ പുറപ്പെടുമ്പോൾ ആദ്യമേ ചിന്തിക്കുന്ന ഒരു സ്തോത്രം എന്നത് ലളിതാ സഹസ്രനാമമാണ്. ഇത്രയധികം അതിൻ്റെ സൗന്ദര്യം കൊണ്ടും ലാളിത്യം കൊണ്ടും പദസിദ്ധി കൊണ്ടും പല വിധത്തിൽ ആശ്രയിക്കുന്ന ഉപാസിക്കുന്ന സാധകർക്ക് ലഭിക്കുന്ന ഫലത്തെ കൊണ്ടും പ്രശസ്തമായ മറ്റൊരു സഹസ്രനാമം ഇല്ല തന്നെ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അഗസ്ത്യ ഹയഗ്രീവ സംവാദത്തിൽ ദേവിയുടെ മഹിമയെ അഗസ്ത്യർക്ക് ഹയഗ്രീവൻ ലളിതോപാഖ്യാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ ഉപദേശിച്ച രീതിയിലാണ് വശിന്യാദി വാഗ്ദേവതകളാൽ ദേവിയുടെ പ്രീതിക്ക് വേണ്ടി രചിക്കപ്പെട്ട ഈ ദിവ്യമായ സ്തോത്രം പറയപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ലോകത്തിന് എപ്രകാരത്തിൽ മംഗളം ചെയ്യാൻ സാധിക്കും എന്ന് തൻ്റെ ജീവിതത്തെ കൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളിൽ ശ്രേഷ്ഠനായിരുന്ന അഗസ്ത്യർ ഒരിക്കൽ കാഞ്ചീപുരത്ത് എത്തിച്ചേരുകയും ഏകാംബരേശ്വരനെയും ദേവിയെയും മഹാവിഷ്ണുവേയും ഉപാസിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയ കാലത്ത് വിശ്വത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി എങ്ങനെയാണ് തനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ച അദ്ദേഹത്തെ അനുഗ്രഹിക്കാനായി ഹയഗ്രീവഭാവത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ആവിർഭവിക്കുകയും ദേവിയുടെ അപദാനങ്ങളെ കീർത്തിക്കുന്നതാണ് വിശ്വത്തിൽ എല്ലാവർക്കും മംഗളം വരാൻ ഇക്കാലത്ത് ഏകമായ പോംവഴി എന്ന് അഗസ്ത്യരെ ഉപദേശിക്കുകയും ചെയ്തു. ഹയഗ്രീവൻ എന്ന് പേരായ ഒരു ദേവഋഷിയെ അഗസ്ത്യരുടെ മുൻപിൽ ഇരുത്തി എല്ലാ സംശയങ്ങളും അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാനും അങ്ങനെ ഉപദേശിച്ച് മഹാവിഷ്ണു മറഞ്ഞതിൻ്റെ ശേഷം അവിടെ വച്ച് ദേവിയുടെ ദിവ്യമായ നാമസഹസ്രത്തെ കേട്ട് അത് നന്മയുള്ള സാധകരായ വളരെ മനസ്സിന് ശുദ്ധിയുള്ള ജനങ്ങൾക്ക് ഉപദേശിക്കാനുമായി പറഞ്ഞ് ഹയഗ്രീവനായിട്ട് ഉള്ള മഹാവിഷ്ണു അന്തർധാനം ചെയ്തു. തുടർന്ന് ദേവഋഷിയായ ഹയഗ്രീവനുമായിട്ട് അഗസ്ത്യർ ചെയ്ത സംവാദത്തിലൂടെ ആണ് വശിന്യാദി വാഗ്ദേവതകളാൽ സ്തുതിക്കപ്പെട്ട ദിവ്യമായ അതിസുന്ദരമായ ഈ മന്ത്രം ദേവിയുടെ നാമസഹസ്രം അഥവാ ലളിതാ സഹസ്രനാമം ഇവിടെ നമുക്കേവർക്കും ഇന്ന് ആസ്വദിക്കാൻ പാകത്തിൽ സുപരിചിതമായി തീർന്നത്. അഗസ്ത്യ ഋഷിയിൽ നിന്ന് പരമ്പരയായി കിട്ടിയതായ ദിവ്യമായ ഈ സ്തോത്രത്തെ ആരാണോ ജപിക്കുന്നത് അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും നൽകി ദേവി അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, അവരുടെ ഹൃദയം ശുദ്ധമാവുകയും അവിചാരിതമായ വിധത്തിൽ അദ്ഭുതാവഹമായ ഭാവത്തിൽ അവരുടെ ജീവിതത്തിന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതിന് യാതൊരു സന്ദേഹവും ഇല്ല. എത്രയോ ഭക്തജനങ്ങളാൽ ആശ്രയിക്കപ്പെട്ടു പോന്നതായ ഈ ലളിതാ സഹസ്രനാമത്തിന് വിശ്വവിഖ്യാതനായ ഭാസ്കരരായർ എന്ന പുണ്യാത്മാവ് രചിച്ചതായ വ്യാഖ്യാനത്തെ ഉപജീവിച്ചുകൊണ്ടാണ് പിന്നീട് അനേകം വ്യാഖ്യാനങ്ങൾ ഭാരതത്തിൽ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളത്.
പ്രായേണ കേരളത്തിലുള്ളവരെല്ലാവരും ഭാസ്കരരായരുടെ വ്യാഖ്യാനത്തെ ആധാരമാക്കിയിട്ടുള്ള നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിൽ ചൊല്ലിപ്പോരുന്നത്. നാം ഇന്ന് ഇവിടെ തുടങ്ങി ലളിതാ സഹസ്രനാമത്തിൻ്റെ പാരായണം ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ്. ദേവിയുടെ കൃപയില്ലാതെ കണ്ട്, ഗുരുനാഥന്മാരുടെ വാത്സല്യമില്ലാതെ കണ്ട് ഈ പ്രവൃത്തി ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. ലളിതാ സഹസ്രനാമം ഒരാൾക്ക് ചൊല്ലാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അനൽപമായ പുണ്യം വേണമെന്ന് ദേവിയും അതുപോലെ തന്നെ ഹയഗ്രീവ ഭഗവാനും എല്ലാം പറയുന്നുണ്ട്. ആ ദിവ്യമായ സ്തോത്രത്തെ ജപിക്കുന്ന സമയത്ത് ഏതൊക്കെ നിയമങ്ങളെ പാലിച്ചാലാണ് അത് ഭംഗിയാക്കാൻ സാധിക്കുക എന്ന് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഓരോ നാമങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഓരോ ശ്ലോകങ്ങളായി അനുഷ്ടുപ്പ് എന്നുള്ള വൃത്തത്തിൽ വശിന്യാദി വാഗ്ദേവതാ ഋഷികൾ ഈ സ്തോത്രത്തെ ചൊല്ലിയിട്ടുള്ളത്. ആ സ്തോത്രം ജപിക്കുന്ന സമയത്ത് ഓരോ നാമവും മനസ്സിലാക്കുന്നതോടു കൂടിയിട്ട് ഏകദേശം ഏതൊക്കെ പദങ്ങൾ ചേർത്ത് വച്ചിട്ടാണ്, സന്ധി ചെയ്തിട്ടാണ്, സമാസിച്ചിട്ടാണ് ഓരോ നാമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ആ ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ശ്ലോകവും ചൊല്ലാൻ, ഓരോ നാമവും ചൊല്ലാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ അഥവാ സ്തോത്രത്തിലെ ആദ്യത്തെ കുറച്ച് നാമങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത്തരമായ യജ്ഞത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും ദേവിയുടെ തൃച്ചേവടികളെ വേണ്ടും വണ്ണം ആശ്രയിച്ചുകൊണ്ട് ഭക്തരായിത്തീരാൻ, ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവാൻ ദേവി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യജ്ഞത്തിൽ എന്നോടൊപ്പം പങ്കുചേരുമെന്ന് വിശ്വസിക്കട്ടെ. കേൾക്കുന്ന ഓരോരുത്തരും ദേവിയെ ഉപാസിച്ചുകൊണ്ടും പല വിധത്തിൽ വിജ്ഞാനം സമ്പാദിച്ചുകൊണ്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കാം. ദേവിയെ ഉപാസിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും വിജ്ഞാന സമ്പാദനത്തിൻ്റെ കാര്യത്തിലായാലും വളരെ പുറകിലുള്ള എനിക്ക് പല വിധത്തിലും ഇതിനെക്കുറിച്ച് അറിയാൻ, ദേവിയെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ജ്ഞാനം സമ്പാദിക്കാൻ ഇതൊരു കാരണമാകട്ടെ എന്നു മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ദേവിയുടെ ഈ നാമസഹസ്രത്തെ പറഞ്ഞു തരാനായിട്ട് പുറപ്പെടുകയാണ്. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആകാംക്ഷയോടെ കൈനീട്ടി കൈകൂപ്പിക്കൊണ്ട് ആരംഭിക്കട്ടെ. ആദ്യമായി ധ്യാന ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഏത് സ്തോത്രം ജപിക്കുമ്പോഴും ആ സ്തോത്രം ഏത് ദേവതയെ സംബന്ധിച്ചാണോ ആ ദേവതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് പ്രഥമധർമ്മം. ഇവിടെ ദേവിയുടെ ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് നാം ഏവരും ലളിതാ സഹസ്രനാമ പാരായണത്തിന് പുറപ്പെടാറുള്ളത്. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവർക്കെല്ലാവർക്കും സുപരിചിതമാണ് എങ്കിലും പദങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് ആദ്യം ആ ധ്യാന ശ്ലോകത്തിലെ പദങ്ങളെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം.